ഹായ് എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഫ്രേസസ് ആണ് പഠിക്കുന്നത്. PSC ചോദിച്ചിട്ടുള്ള A to Z ഫ്രേസസ് ഈ ഒരു വീഡിയോയിലുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ സ്പെഷ്യൽ ഇഡിയം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ലാസ്റ്റ് വരെ വീഡിയോ കാണുക. അക്കൗണ്ട് ഫോർ, എക്സ്പ്ലെയിൻ, ഗിവ് എ റീസൺ, വിശദീകരിക്കുക, ഒരു കാരണം പറയുക എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന ഫ്രേസാണ് അക്കൗണ്ട് ഫോർ. എഗ്രി വിത്ത്, ഹാവ് ദ സെയിം ഒപ്പീനിയൻ ആസ് അതർ. എന്താണ് ഹാവ് ദ സെയിം ഒപ്പീനിയൻ ആസ് അതർ? മറ്റുള്ളവരെ പോലെ ഒരേ അഭിപ്രായം പുലർത്തുക. അതിനാണ് എഗ്രി വിത്ത് എന്ന് പറയുന്നത്. ബ്ലോ അപ്പ്, ടു ഡിസ്ട്രോയ് ബൈ ആൻ എക്സ്പ്ലോഷൻ. ഇൻഫ്ലേറ്റ് വിത്ത് എയർ ഓർ ഗ്യാസ്, ഒരു സ്ഫോടനത്തിലൂടെ നശിപ്പിക്കാൻ, അല്ലെങ്കിൽ വായു അല്ലെങ്കിൽ വാതകം ഉപയോഗിച്ച് വർദ്ധിപ്പിക്കുക. അതിനാണ് ബ്ലോ അപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ നോക്കാം. അക്കൗണ്ട് ഫോർ, എക്സ്പ്ലെയിൻ, ഗിവ് എ റീസൺ, agree with, have the same opinion as others, blow up, to destroy by an explosion or inflate with air or gas. Break down, lose control, നിയന്ത്രണം നഷ്ടപ്പെടുക. ബ്രേക്ക് ഇൻ ടു അല്ലെങ്കിൽ ബ്രേക്ക് ഇൻ, എൻ്റർ ബൈ ഫോഴ്സ്, ബലപ്രയോഗത്തിലൂടെ നൽകുക. ബ്രേക്ക് ഔട്ട്, സ്റ്റാർട്ട് സഡൻലി, പെട്ടെന്ന് ആരംഭിക്കുക. ബ്രേക്കപ്പ്, കം ടു ആൻ എൻഡ്, അവസാനിക്കുക. ബ്രേക്കപ്പ്, കം ടു ആൻ എൻഡ്, അവസാനിക്കുക. ബ്രിങ് ബാക്ക്, റിട്ടേൺ, മടങ്ങുക. ബ്രേക്ക് ഡൗൺ, ലോസ് കൺട്രോൾ, ബ്രേക്ക് ഇൻ ടു ഓർ ഇൻ, എൻ്റർ ബൈ ഫോഴ്സ്, ബ്രേക്ക് ഔട്ട്, സ്റ്റാർട്ട് സഡൻലി, ബ്രേക്കപ്പ്, കം ടു ആൻ എൻഡ്, ബ്രിങ് ബാക്ക്, റിട്ടേൺ. ബ്രിങ് ഡൗൺ, റെഡ്യൂസ്, കുറയ്ക്കുക. ബ്രിങ് ഡൗൺ എന്ന് പറയുമ്പോൾ റെഡ്യൂസ് എന്ന മീനിങ് ആണ്. ബ്രിങ് ഇൻ, ഇൻട്രൊഡ്യൂസ് അല്ലെങ്കിൽ ഈൽഡ്, ഏൺ, പരിചയപ്പെടുത്തുക അല്ലെങ്കിൽ വിളവ് നേടുക. ബ്രിങ് ഔട്ട്, ടു അപ്പിയർ, പബ്ലിഷ്, പ്രൊഡ്യൂസ്. ബ്രിങ് ഔട്ട്, പ്രത്യക്ഷപ്പെടുക, പ്രസിദ്ധീകരിക്കുക, നിർമ്മിക്കുക. ആ മീനിങ്ങിനാണ് ബ്രിങ് ഔട്ട് എന്ന ഫ്രേസ് യൂസ് ചെയ്യുന്നത്. കോൾ ഇൻ, സെൻഡ് ഫോർ, ഒരു സ്ഥലം സന്ദർശിക്കുക. കോൾ ഇൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം സന്ദർശിക്കുക. കോൾ ഓഫ്, ക്യാൻസൽ, റദ്ദാക്കുക. കോൾ ഫോർ, ഡിമാൻഡ്, ഡിമാൻഡിനാണ് കോൾ ഫോർ എന്ന് യൂസ് ചെയ്യുന്നത്. LDC ക്വസ്റ്റ്യൻ ആണ് കോൾ ഫോർ. കോൾ ഫോർ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ്. കോൾ അറ്റ്, വിസിറ്റ് എ പ്ലേസ്. കോൾ ഓൺ, വിസിറ്റ് എ പേഴ്സൺ, ഒരു വ്യക്തിയെ സന്ദർശിക്കുമ്പോഴാണ് കോൾ ഓൺ. ഒരു സ്ഥലമാണെങ്കിൽ കോൾ അറ്റ്. കോൾ അപ്പോൺ, അപ്പീൽ. കോൾ അപ്പോൺ എന്ന് പറഞ്ഞാൽ അപ്പീൽ. ബ്രിങ് ഡൗൺ, റെഡ്യൂസ്. ബ്രിങ് ഇൻ, ഇൻട്രൊഡ്യൂസ്, ഈൽഡ്, ഏൺ. ബ്രിങ് ഔട്ട്, ടു അപ്പിയർ, പബ്ലിഷ്, പ്രൊഡ്യൂസ്. കോൾ ഇൻ, സെൻഡ് ഫോർ. കോൾ ഓഫ്, ക്യാൻസൽ. കോൾ ഫോർ, ഡിമാൻഡ്. കോൾ അറ്റ്, വിസിറ്റ് എ പ്ലേസ്. കോൾ ഓൺ, വിസിറ്റ് എ പേഴ്സൺ. കോൾ അപ്പോൺ, അപ്പീൽ. ക്യാരി ഓൺ, കണ്ടിന്യൂ, തുടരുക. ക്യാരി ഔട്ട്, ഡു ആൻഡ് കംപ്ലീറ്റ് എ ടാസ്ക്, ഒരു ടാസ്ക് പൂർത്തിയാക്കുക. അതാണ് ഡു ആൻഡ് കംപ്ലീറ്റ് എ ടാസ്ക്. ക്യാരി ത്രൂ, ടു ഹെൽപ്പ്, കംപ്ലീറ്റ്, ഫുൾഫിൽ, സഹായിക്കുക, പൂർത്തിയാക്കുക, നിറവേറ്റുക. അതാണ് ക്യാരി ത്രൂ എന്ന ഫ്രേസ് യൂസ് ചെയ്യുന്നത്. കം അക്രോസ്, ഫൈൻഡ് ബൈ ചാൻസ്, ആകസ്മികമായി കണ്ടെത്തുക. കം അക്രോസ്, ഫൈൻഡ് ബൈ ചാൻസ്. കം ഡൗൺ, കൊളാപ്സ്ഡ്, ഹ്യൂമിലേഷൻ, അതാണ് കം ഡൗൺ. കം ഡൗൺ അപ്പോൾ എന്താണ്? തകർക്കുക, അപമാനം. കം ഔട്ട്, ബി പബ്ലിഷ്ഡ്, ബിക്കം നോൺ, ടു അപ്പിയർ, പ്രസിദ്ധീകരിക്കുക, അറിയപ്പെടുക, പ്രത്യക്ഷപ്പെടാൻ. ഈ മീനിങ് ആണ് കം ഔട്ട് എന്ന ഫ്രേസ്. കട്ട് ഇൻ, ടു ഇൻറപ്റ്റ്, തടസ്സപ്പെടുത്താൻ. നമുക്കപ്പോൾ ഒന്നും കൂടെ നോക്കാം. ക്യാരി ഓൺ, കണ്ടിന്യൂ. ക്യാരി ഔട്ട്, ഡു ആൻഡ് കംപ്ലീറ്റ് എ ടാസ്ക്. ക്യാരി ത്രൂ, ടു ഹെൽപ്പ്, കംപ്ലീറ്റ്, ഫുൾഫിൽ. കം അക്രോസ്, ഫൈൻഡ് ബൈ ചാൻസ്. കം ഡൗൺ, കൊളാപ്സ്, ഹ്യൂമിലേഷൻ. കം ഔട്ട്, ബി പബ്ലിഷ്ഡ്, ബിക്കം നോൺ, ടു അപ്പിയർ. കട്ട് ഇൻ, ടു ഇൻറപ്റ്റ്. ഡീൽ വിത്ത്, ഹാൻഡിൽ, ടേക്ക് കെയർ ഓഫ്, കൈകാര്യം ചെയ്യുക, ശ്രദ്ധിക്കുക. ഡു എവേ വിത്ത്, അബോളിഷ്, ഇല്ലാതാക്കുക. ഫോൾ ഇൻ, കൊളാപ്സ്. ഗെറ്റ് അവേ, എസ്കേപ്പ്. ഗെറ്റ് ബാക്ക്, റിട്ടേൺ. ഗെറ്റ് ഡൗൺ, ഡിസെൻഡ്. ഗെറ്റ് ഇൻ, എൻ്റർ. ടു അറൈവ്, പ്രവേശിക്കുക, എത്തിച്ചേരുക. നമുക്കൊന്നും കൂടെ നോക്കാം. ഡീൽ വിത്ത്, ഹാൻഡിൽ, ടേക്ക് കെയർ ഓഫ്, ഡു എവേ വിത്ത്, അബോളിഷ്, ഫോൾ ഇൻ, കൊളാപ്സ്, ഗെറ്റ് അവേ, എസ്കേപ്പ്, ഗെറ്റ് ബാക്ക്, റിട്ടേൺ, ഗെറ്റ് ഡൗൺ, ഡിസെൻഡ്, ഗെറ്റ് ഇൻ, എൻ്റർ. ടു അറൈവ്. ഗെറ്റ് ഓഫ്, ലീവ്, റിമൂവ്, വിടുക, നീക്കം ചെയ്യുക. ഗെറ്റ് റിഡ് ഓഫ്, എലിമിനേറ്റ്, ഒഴിവാക്കുക. ഗിവ് ഇൻ, സറണ്ടർ, കീഴടങ്ങുക. ഗിവ് ഔട്ട്, ഡിസ്ട്രിബ്യൂട്ട്, ബിക്കം എക്സ്ഹോസ്റ്റഡ്, വിതരണം ചെയ്യുക, തളരുക. ഗിവ് ഔട്ട്,
ഡിസ്ട്രിബ്യൂട്ട് ബിക്കം എക്സോസ്റ്റഡ്. വിതരണം ചെയ്യുക, തളരുക. രണ്ട് മീനിങ് ഉണ്ട്. ഗിവ് അപ്പ്, അബാൻഡൻ, ഉപേക്ഷിക്കുക, അതാണ് അബാൻഡൻ. ഗോ ഇൻ ടു, എക്സാമിൻ, പരിശോധിക്കുക. ഗോ ഓൺ, കണ്ടിന്യൂ, തുടരുക. ഗോ ത്രൂ, എക്സാമിൻ കെയർഫുള്ളി, ശ്രദ്ധാപൂർവം പരിശോധിക്കുക. എന്തൊക്കെയാണ്? ഗെറ്റ് ഓഫ്, ലീവ്, റിമൂവ്, ഗെറ്റ് റിഡ് ഓഫ്, എലിമിനേറ്റ്, ഗിവ് ഇൻ, സറണ്ടർ, give out, distribute, become exhausted, give up, abandon, go into, examine, go on, continue, go through, examine carefully. Hang up, end a phone conversation. ഒരു ഫോൺ സംഭാഷണം അവസാനിപ്പിക്കുക. Hold on, wait, grip tightly, കാത്തിരിക്കുക, മുറുകെ പിടിക്കുക. Keep on, continue. നമ്മൾ കണ്ടിന്യൂവിന് പല ഫ്രേസൽ വേർബ്സ് കണ്ടു, അതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. Keep up, maintain, പരിപാലിക്കുക. നോക്ക് ഔട്ട്, ഡിഫീറ്റ്, ഡിസ്ട്രോയ്, തോൽക്കുക, നശിപ്പിക്കുക. ലേ ഡൗൺ, സാക്രിഫൈസ്, ത്യാഗം. ലേ ഓഫ്, ഡിസ്മിസ് ഫ്രം വർക്ക്, ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക. ലേ ഓൺ ടു, സപ്ലൈ, വിതരണം ചെയ്യാൻ. അപ്പോൾ ഒന്നും കൂടെ നോക്കാം. ഹാങ് അപ്പ്, എൻഡ് എ ഫോൺ കോൺവെർസേഷൻ. ഹോൾഡ് ഓൺ, വെയിറ്റ്, ഗ്രിപ്പ് ടൈറ്റ്ലി, കീപ്പ് ഓൺ, കണ്ടിന്യൂ, കീപ്പ് അപ്പ്, മെയിൻറ്റെയിൻ, നോക്ക് ഔട്ട്, ഡിഫീറ്റ്, ഡിസ്ട്രോയ്, lay down, sacrifice, lay off, dismiss from work, lay on to supply. Let down, disappoint. Let down എന്താണ്? Disappoint, നിരാശപ്പെടുത്തുക. Look after, take care of, ശ്രദ്ധിക്കുക. Look for, to seek, search, പരിശോധിക്കുക, അന്വേഷിക്കുക. Look into, examine, investigate, പരിശോധിക്കുക. Look over, examine, പരിശോധിക്കുക തന്നെയാണ് ലുക്ക് ഓവറും ലുക്ക് ഇൻറ്റുവും. Look up, search for, തിരയുക. മേക്ക് ഔട്ട്, അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക. മേക്ക് ഓവർ, ടു ചേഞ്ച്, ട്രാൻസ്ഫോം, ടു കൺവേർട്ട്. മേക്ക് ഓവർ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന വാക്കാണ്, വേറെ അർത്ഥമൊന്നും പറയണ്ടല്ലോ. പരിവർത്തനം ചെയ്യുക, മാറ്റുക, അതൊക്കെ തന്നെയാണ് മേക്ക് ഓവറിൻ്റെ മീനിങ്. പാസ് അവേ, ഡൈ. പാസ് ബൈ, പേ നോ അറ്റൻഷൻ ടു. പാസ് അവേ എന്താണ്? മരിക്കുക. പാസ് ബൈ, ശ്രദ്ധിക്കാതിരിക്കുക. പാസ് ഓഫ്, ടേക്ക് പ്ലേസ്, നടക്കുക. പുൾ ബാക്ക്, റിട്രീറ്റ്, പിൻവാങ്ങുക. പുൾ ഡൗൺ, ഡിമോളിഷ്, പൊളിക്കുക. പുൾ ഔട്ട്, വിഡ്രോ, പിൻവലിക്കുക. പുൾ അപ്പ്, ടു ബ്രിങ് അപ്പ് ടു എ സ്റ്റോപ്പ്, ഒരു സ്റ്റോപ്പ് വരെ കൊണ്ടുവരാൻ. പുട്ട് എക്രോസ്, കമ്മ്യൂണിക്കേറ്റ്, ആശയവിനിമയം നടത്തുക. ഒന്നും കൂടി നോക്കാം. പാസ് അവേ, ഡൈ, പാസ് ബൈ, പേ നോ അറ്റൻഷൻ ടു, പാസ് ഓഫ്, ടേക്ക് പ്ലേസ്, പുൾ ബാക്ക്, റിട്രീറ്റ്, pull down, demolish, pull out, withdraw, pull up, to bring up to a stop, put across, communicate. Put aside, keep, suggest, സൂക്ഷിക്കുക, നിർദ്ദേശിക്കുക. Put back, restore, പുനർസ്ഥാപിക്കുക. Put by, save, സംരക്ഷിക്കുക. Put down, suppress, അടിച്ചമർത്തുക. Put forth, produce, use, ഉൽപ്പാദിപ്പിക്കുക, ഉപയോഗിക്കുക. Put forward, suggest, to propose, നിർദ്ദേശിക്കുക. നമുക്കപ്പോൾ ഒന്നും കൂടെ നോക്കാം. പുട്ട് എസൈഡ്, കീപ്, സജസ്റ്റ്, പുട്ട് ബാക്ക്, റീസ്റ്റോർ, പുട്ട് ബൈ, സേവ്, പുട്ട് ഡൗൺ, സപ്രസ്, പുട്ട് ഫോർത്ത്, പ്രൊഡ്യൂസ് ഓർ യൂസ്, പുട്ട് ഫോർവേഡ്, സജസ്റ്റ് ഓർ ടു പ്രപ്പോസ്. ഡിലേ ഓൺ, ഡിപ്പെൻഡ് ഓൺ, ട്രസ്റ്റ്, വിശ്വാസം അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുക. റൂൾ ഔട്ട്, എലിമിനേറ്റ്. റൺ ആഫ്റ്റർ, ചേസ്. റൺ ഡൗൺ, ക്രിട്ടിസൈസ്, വീക്കൺ. റൺ ഔട്ട്, കം ടു ആൻ എൻഡ്, എക്സോസ്റ്റഡ്, അവസാനിക്കുക, തളരുക. റിലേ ഓൺ, ഡിപ്പെൻഡ് ഓൺ, ട്രസ്റ്റ്, വിശ്വസ്തത അല്ലെങ്കിൽ ആശ്രയിക്കുക. റൂൾ ഔട്ട്, എലിമിനേറ്റ്, ഒഴിവാക്കുക. റൺ ആഫ്റ്റർ, ചേസ്, പിന്തുടരുക. റൺ ഡൗൺ, ക്രിട്ടിസൈസ്, വീക്കൺ, വിമർശിക്കുക, ദുർബലമാക്കുക. റൺ ഔട്ട്, കം ടു ആൻ എൻഡ്, എക്സോസ്റ്റഡ്, അവസാനിക്കുക, തീർന്നു. റൺ ത്രൂ, to use, examine, set aside, reserved, set back, delay or hinder, കാലതാമസം അല്ലെങ്കിൽ തടസ്സം. set aside, reserved, set back, delay or hinder, set off, to start a journey, a race, ഒരു യാത്ര ആരംഭിക്കുക അല്ലെങ്കിൽ ഒരു ഓട്ടം, അതിനാണ് സെറ്റ് ഓഫ് എന്ന് ഫ്രേസ് യൂസ് ചെയ്യുന്നത്. നമുക്കൊന്നും കൂടി നോക്കാം. റിലേ ഓൺ, ഡിപ്പെൻഡ് ഓൺ, ട്രസ്റ്റ്. റൂൾ ഔട്ട്, എലിമിനേറ്റ്. റൺ ആഫ്റ്റർ, ചേസ്. Run down, criticize, weaken. Run out, come to an end, exhausted. Run through, to use, examine. Set aside, reserved. Set back, delay or hinder.
set off to start a journey, a race. Set up to establish, സ്ഥാപിക്കാൻ. Stand by to side with one, to support. ഒന്നിനൊപ്പം പിന്തുണയ്ക്കുക. Stand for support, പിന്തുണ. Set up to establish, stand by to side with one, to support, stand for support. Stand up for maintained, പരിപാലിക്കുന്നു. Take after, resemble. Take care of, look after, നോക്കുക. Take in, to deceive, വഞ്ചിക്കുക. Take on, to employ, to undertake, ചുമതലയേൽക്കുക. Take over, take charge, assume charge, ചുമതലയേൽക്കുക. Take up, absorb, accept, occupied, ആഗിരണം ചെയ്യുക, സ്വീകരിക്കുക, കൈവശപ്പെടുത്തി. Turn against, become unfriendly, ചെങ്ങാത്തം, എതിർക്കുക. Turn down, refuse, reject, നിരസിക്കുക. അതാണ് ടേൺ ഡൗൺ എന്ന ഫ്രേസ് കൊണ്ട് യൂസ് ചെയ്യുന്നത്. ടേൺ ഓഫ്, സ്റ്റോപ്പ് ഫങ്ഷനിങ്, പ്രവർത്തനം നിർത്തുക. ടേൺ ഓൺ, സ്റ്റാർട്ട് ഫങ്ഷനിങ്, തിരിഞ്ഞുപോലും ടേൺ ഓൺ, പ്രവർത്തനം ആരംഭിക്കുക. ടേൺ ഔട്ട്, എക്സ്പെൽഡ് ഫ്രം, അസംബിൾഡ്, മാനുഫാക്ചർഡ്, പ്രൂവ്ഡ്. ഇപ്പോൾ ടേൺ ഔട്ട് എന്താണ്? പുറത്താക്കപ്പെടുക, ഒത്തുചേർന്നു, നിർമ്മിച്ചു, തെളിയിച്ചു എന്നൊക്കെ മീനിങ്ങിലാണ് ടേൺ ഔട്ട് എന്ന ഫ്രേസ് യൂസ് ചെയ്യുന്നത്. ടേൺ ഓവർ, ഹാൻഡ് ഓവർ, കൈമാറുക. ടേൺ അപ്പ്, അപ്പിയർ, പ്രത്യക്ഷപ്പെടുക. വൈപ്പ് ഔട്ട്, ഡിസ്ട്രോയ്, റിമൂവ്, നശിപ്പിക്കുക, നീക്കം ചെയ്യുക. നമുക്കപ്പോൾ ഒന്നും കൂടെ നോക്കാം. ടേൺ അഗെയിൻസ്റ്റ്, ബിക്കം അൺഫ്രണ്ട്ലി. ടേൺ ഡൗൺ, റെഫ്യൂസ്, റിജക്റ്റ്. ടേൺ ഓഫ്, സ്റ്റോപ്പ് ഫങ്ഷനിങ്. ടേൺ ഓൺ, സ്റ്റാർട്ട് ഫങ്ഷനിങ്. ടേൺ ഔട്ട്, എക്സ്പെൽഡ് ഫ്രം, അസംബിൾഡ്, മാനുഫാക്ചർഡ്, പ്രൂവ്ഡ്. ടേൺ ഓവർ, ഹാൻഡ് ഓവർ. ടേൺ അപ്പ്, അപ്പിയർ. വൈപ്പ് ഔട്ട്, ഡിസ്ട്രോയ്, റിമൂവ്. ഇപ്പോൾ A to Zൽ വരുന്ന എല്ലാ ഇമ്പോർട്ടൻറ്റ് ഫ്രേസൽ വേർബ്സും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. എല്ലാവരും ഇത് നോട്ട് ചെയ്ത് പഠിക്കുക. PSCയിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ഫ്രേസൽ വേർബ്സാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതോടൊപ്പം ഒരു ഇഡിയം കൂടി പഠിക്കാം. വൈറ്റ് കോളർ, കണക്റ്റഡ് വിത്ത് എ ജോബ് ഇൻ ആൻ ഓഫീസ്. നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഓഫീസ് ജോബിന് വൈറ്റ് കോളർ ജോബ് എന്ന്. ഈ ഇഡിയം യൂസ് ചെയ്യുന്ന കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. വൈറ്റ് കോളർ വർക്കേഴ്സ് നൗ വർക്ക് ലോങ് അവേഴ്സ്. Many were in white-collar jobs, often in the public sector. These categories include white-collar workers as well as blue-collar workers. നമ്മൾ എന്താണ് വൈറ്റ് കോളർ എന്ന് പറഞ്ഞാൽ ഓഫീസിലെ ജോബിനാണ് വൈറ്റ് കോളർ ജോബ്സ് എന്ന് പറയുന്നത്. അതൊരു ഇഡിയമാണ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.